ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനു പിന്നാലെ CPI സഹയാത്രികൻ ജയൻ ചേർത്തലയും KPCC വേദിയിലേക്ക്. കോട്ടയത്ത് KPCC സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ ജയൻ ചേർത്തലയും പങ്കെടുക്കും. ഇന്നലെ KC വേണുഗോപാലുമായി ജയൻ ചേർത്തല കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, വിസ്മയങ്ങളെ കൊണ്ടുവരും എന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. പല വിസ്മയങ്ങളും ഇതിനകം തന്നെ UDF ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്, കോൺഗ്രസ് ക്യാമ്പിലേക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പ്രേംകുമാറും പിന്നെ ഒപ്പം ജയൻ ചേർത്തലയും കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോവുകയാണോ? അങ്ങനെ വേണം പ്രതീക്ഷിക്കാൻ ദിലീപ് കുമാർ. എന്തായാലും ഇവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രേംകുമാർ ആ ചർച്ച, അങ്ങനെ ഒരു ചർച്ചയില്ല, താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ പരിപാടികളിൽ സജീവമാകുന്നു. ഈ പരിപാടി നേരത്തെ തന്നെ ഏറ്റതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കലാകാരന്മാരുടെ പരിപാടിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും KC വേണുഗോപാൽ അടക്കം പങ്കെടുക്കുന്ന KPCCയുടെ പരിപാടിയിൽ പ്രേംകുമാർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നാഗമ്പടത്തെ ഈ പരിപാടി നടക്കുന്നത്. അന്ന് ഒരുപക്ഷെ ആ വേദിയിൽ എന്താണ് ഇവർ സംസാരിക്കുന്നത് എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ കോൺഗ്രസിനോട് അടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള, തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തടക്കം മത്സരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജയൻ ചേർത്തലയുടെ കാര്യവും ഈ ഒരു ചർച്ചയിലേക്ക് വരുന്നു, കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഈ പരിപാടിയിൽ KPCC നാഗമ്പടത്ത് നടത്തുന്ന ഉത്സവം എന്ന് പറയുന്ന ഈ സംസ്കാര സാഹിതിയുടെ പരിപാടിയിൽ ജയൻ ചേർത്തലയും ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തായതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായി അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ രണ്ട് ആളുകളും കോൺഗ്രസുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.